മുനമ്പം വഖഫ് ഭൂമി കേസ് കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് പരിഗണിക്കും. മുനമ്പം നിവാസികളുടെയും വഖഫ് സംരക്ഷണ വേദിയുടെയും കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയാണ് പരിഗണിക്കുക. 2 ദിവസം മുമ്പ് കേസ് പരിഗണിച്ച കോടതി അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ കക്ഷി ചേരാനുള്ള അപേക്ഷ തള്ളിയിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പം വഖഫ് ഭൂമി കേസ് കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് പരിഗണിക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, അല്പസമയത്തിനകം തന്നെ കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കും. 2 പ്രധാനപ്പെട്ട ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിക്കുക. അതിലൊന്ന് ഈ മുനമ്പം നിവാസികൾ നൽകിയിട്ടുള്ള ഹർജിയാണ്. ഈ കേസിൽ കക്ഷി ചേരാനായിട്ട് മുനമ്പം നിവാസികൾ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി ഇന്ന് പരിഗണിക്കും. അതോടൊപ്പം തന്നെ വഖഫ് സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ട് ഈ വഖഫ് ഭൂമിയാണ് മുനമ്പത്തേത് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവർക്ക് കേസിൽ കക്ഷി ചേരാനുള്ള അവരുടെ ഹർജിയും പരിഗണിക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ മറ്റൊരു സമിതിയായിട്ടുള്ള അഖില കേരള വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഈ കേസിൽ കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. ആ സമയത്ത് ഈ ട്രൈബ്യൂണലിന്റെ ഹർജി കോടതി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിൽ എന്ത് താല്പര്യമാണ് ഈ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിക്കുള്ളത് എന്നൊരു ചോദ്യമായിരുന്നു പ്രധാനമായിട്ടും അന്ന് ട്രൈബ്യൂണൽ ചോദിച്ചിരുന്നത്. സമാനമായ താല്പര്യത്തോടു കൂടിയിട്ടാണ് വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന മറ്റൊരു കൂട്ടായ്മ ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ ഹർജിയും മറ്റു മുനമ്പം നിവാസികളുടെ ഹർജിയുമാണ് ഇന്ന് പരിഗണിക്കുക. അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വിനോദ്, അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് മുനമ്പം വഖഫ് ഭൂമി കേസ്. കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് പരിഗണിക്കുകയാണ്. മുനമ്പം നിവാസികളുടെ നിരന്തരമായ ആവശ്യമാണ് ഈ കേസിലൂടെ ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.